3 ഗോൾ അടിച്ചതിലാണ് നിങ്ങൾ സന്തോഷിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വേറൊരു കഥയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോൾ അടിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളത്. പക്ഷേ ഈ മാച്ച് കൊണ്ട് മാത്രം നമ്മളിനി അടുത്ത ഇതിലേക്ക് എത്തും എന്നുള്ളതൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഈ ടേബിളിൽ ആരാണോ ടോപ്പ് ആവുന്നത് അവർ തന്നെ ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നുണ്ടാവുക. ആൻഡ് ടെക്നിക്കലി ഈ ഒരു ലീഗിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജയിച്ചവരാണെങ്കിലും തോറ്റവരാണെങ്കിലും ആകെ കൂടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കാര്യം പോയിന്റുകൾ മാറുന്നത് ജസ്റ്റ് ഒരു മാച്ചും ഒരു ഗോൾ ഡിഫറൻസിലും ഒക്കെയാണ്. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്തായാലും AT പോഡ്കാസ്റ്റിന്റെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് RJ ആൻഡപ്പൻ ആൻഡ് ആ കാര്യം അത് കഴിഞ്ഞിട്ട് പറയാട്ടോ. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത് എന്നുള്ള ഒരു ചെറിയ കാര്യം, അത്രേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ പരിഗണനയിൽ വെച്ചാൽ മതി. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോൾ അടിച്ചു. ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും തിയാഗോ പുള്ളി ഇറങ്ങി കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ ബോക്സിന് മുമ്പിൽ, ഡൽഹിയുടെ ബോക്സിന് മുമ്പിൽ നിന്നിട്ട് പുള്ളി ഒരു സ്കില്ല് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അത് കയറി പോയിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഫൗൾ ചെയ്യപ്പെടുന്നു. ആ ഫൗൾ ഒരു ഫ്രീ കിക്കായി മാറി. ആ കിക്ക് പുള്ളി തന്നെ എടുക്കുന്നു. 77 നമ്പറിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ, അതിൻ്റെ തന്നെ ആയിരിക്കണം. മച്ചാൻ്റെ ഫ്രീ കിക്ക് ക്രോസ് ബാറിൽ അടിച്ച് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തിയാഗോ എന്നുള്ളതിന് നല്ല വെഡിച്ചിലായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയായിരുന്നു അത്. ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാവുന്ന പോലെയാണ്. അല്ലെങ്കിൽ 4-0 കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് ജയിച്ചേനായിരുന്നു. പിന്നെ അതൊന്നും പറഞ്ഞ കാര്യമില്ല. എന്തായാലും നല്ല മാച്ച് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സന്തോഷമുള്ളൊരു കാര്യം. ഇനി മാച്ചിൻ്റെ മൊത്തം കാര്യത്തിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഡൽഹി ക്ലബിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ISL അല്ലെങ്കിൽ ഇന്ത്യൻ ഇതൊന്നും പുതുതായിട്ടുള്ള ഒരു ക്ലബ്ബൊന്നുമല്ല, ആകെ പേര് മാറി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിച്ചിട്ടേ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ടെക്നിക്കലി അങ്ങനെ പറയാമെങ്കിലും കോച്ച് ആയിക്കോട്ടെ, അതിലുള്ള പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിച്ച് പരിചയമുള്ള താരങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു അപ്പർ ഹാൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ സ്കോഡ് വെച്ചാണെങ്കിലും പ്ലേയേഴ്സിനാണെങ്കിലും എല്ലാ രീതിയിലും നോക്കുമ്പോഴും നമ്മൾ തന്നെയായിരുന്നു കുറച്ചും കൂടെ മുകളിൽ നിന്നത്. അത് വൃത്തിക്കും വെടിപ്പായിട്ടും നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. കാര്യം പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടേണ്ട ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ 3 പോയിന്റ് ആയിരിക്കാം, ഒരു ക്ലീൻ ഷീറ്റ് ആയിരിക്കാം. ഇതെല്ലാം ഒരാവശ്യവും ഇല്ലാതെ കൊണ്ടുപോയി കളയണ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതല്ല ഇന്ന് കണ്ടത്. ഇന്ന് നല്ല വെടിപ്പായിട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഗ്രൗണ്ടിൽ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത മാച്ചിലേക്ക്. കാരണം ഈ ടൂർണമെൻറ്റ് അത്രയും ടഫാണ്. കാര്യം അടുത്ത മാച്ച് നമുക്ക് ജയിച്ചാലും ഗോൾ ഡിഫറൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം കോച്ചിനുള്ളത് കൊണ്ട് തന്നെ പ്ലേയേഴ്സിനെ മാറ്റുന്നു, ബാക്കി പ്ലേയേഴ്സ് ഇറങ്ങുന്നു. അവരായാലും ഒരു ഓൾറെഡി നമ്മൾ 3 ഗോളിന് ലീഡ് നിൽക്കുന്ന ഒരു ടീമാണ്. സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു കളിയെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഉണ്ടായതും. എന്നിട്ടും പലപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് പലപ്പോഴും ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്ന് പറഞ്ഞത്. കാര്യം ചില സമയത്ത് അവർക്ക് അഡ്വാൻറ്റേജ് വരുന്ന കൗണ്ടർ അറ്റാക്സ് ഉണ്ടായിട്ട് പോലും ഷഹീഫ് ആണെങ്കിലും ബാക്കി പ്ലേയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും പല അങ്ങനെയുള്ള മൂമെൻറ്റ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് കളിക്കുന്നത് കണ്ടു. ഞാൻ ഒരിക്കലും പറയുന്നത് ഡിഫൻസ് വാസ് ദി ബെസ്റ്റ് എന്നല്ല, പക്ഷേ ഒരു ഇംപ്രൂവിങ് ആയിട്ടുള്ള, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടീം പ്ലേ കാഴ്ചവെക്കുന്ന ഒരു രസമുള്ള ഒരു ഫുട്ബോളിംഗ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ ഒരു സാധനം കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിപ്പോൾ ഗോളുകളുടെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആൻഡ് ഒബിയേട്ടൻ്റെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാച്ച് 3 ഗോള്, നല്ല വെടിച്ചിൽ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത് ടു സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ഇന്ത്യൻ ISL ലീഗ് ആണെന്നുണ്ടെങ്കിലും നല്ല കിണ്ണം കാഴ്ച ഒരു ഇൻട്രോ തന്നെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഞാനിങ്ങനെ ലൈവ് ചാറ്റ് ഇങ്ങനെ സൈഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബിയേട്ടൻ പവർ തന്നെ എന്നുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കുള്ള ഒരു ഫാൻ ബേസിന് ഇനി കൂടി വരാനുള്ള സാധ്യതകൾ തന്നെ കാണുന്നുള്ളൂ. അതിപ്പം ലഗത്തറായാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നോവ ആയാലും ശരി, ലൂണ ആയാലും ശരി, നമ്മുടെ ഗോൾ കീപ്പർ ആയാലും ശരി, എല്ലാവരും. ഞാനതാ പറഞ്ഞത്, ഞാൻ ഓരോരുത്തരും എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുള്ളൊരു മാച്ച് കാണാൻ പറ്റി. പക്ഷേ
ഇതൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് മാച്ച്. അത് മുംബൈക്കെതിരെയാണ്. കുറച്ചും കൂടെ ടഫായിരിക്കും. കാരണം ഇവിടെ 2 മാച്ചുകളും നമുക്ക് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു വീക്കർ ഒപ്പോണൻസിനെയാണ് കിട്ടിയത്. പക്ഷേ അടുത്ത മാച്ച് മുംബൈക്കെതിരെയുള്ള മാച്ച് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. അത് മിനിമം തോക്കാതിരിക്കുക ആൻഡ് പറ്റുമെങ്കിൽ ഒരു ലീഡ് എടുത്ത് ഗോള് ഒരെണ്ണം സേഫാക്കിയാൽ 3 കളിയും ജയിച്ച് നമുക്ക് ചിലപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പം അറിയാലോ 3 കളികൾ ജയിച്ചവർ പോലും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് കോമഡികളും അല്ലെങ്കിൽ 3 കളികളും ജയിച്ചവർ പോയിട്ടില്ല എന്നല്ല, ഈ പോയിന്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറയാതെ നമ്മൾ സേഫ് ആണ് എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് ഇതുവരെ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഗെയിംസ് ബാക്കി കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒട്ടും യൂട്യൂബ് ഫോക്കസ് ചെയ്തിരുന്നില്ല, കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. ഇപ്പോഴാണ് അതൊന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത്. സോ പ്ലീസ് സപ്പോർട്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.